അടുത്ത ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എ ടെൻറ്റ് ഈസ് ഇൻ ദ ഷേപ്പ് ഓഫ് എ സിലിണ്ടർ submounted by a conical top if the height and diameter of the cylindrical part are 2.1 and 4 meter respectively, and the slant height of the top is 2.8 meter. Find the area of the canvas used for making the tent. Also find the cost of the canvas of the tent at the rate of rupees 500 per meter square. അതായത് ഒരു ടെൻ്റ് ഉണ്ട്. അതെന്ന് പറയുന്നത് ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പിലുള്ളതാണ്. ഓക്കെ, ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പാണുള്ളത് അതിന്. അതിൻ്റെ മുകളിലായിട്ട് ഒരു കോണിക്കൽ ടെൻറ്റും ഉണ്ട്, കോണിക്കൽ ഷേപ്പിലുള്ള ഒരു മേൽക്കൂരയാണ് അതിനുള്ളത്. ഓക്കെ, അതേ കണക്ക് ആ സിലിണ്ട്രിക്കൽ പാർട്ടിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്, ഈ ഹൈറ്റ് 2.1 മീറ്ററും അതേ കണക്ക് ഡയമീറ്റർ 4 മീറ്ററുമാണ്. അതായത് ഇവിടുത്തെ ഈ ഡയമീറ്റർ എന്ന് പറയുന്നത് 4 മീറ്ററുമാണ്. ഓക്കെ, സ്ലാൻഡ് ഹൈറ്റ് ഓഫ് ദ ടോപ്പിൻ്റെ സ്ലാൻഡ് ഹൈറ്റ് 2.8 മീറ്ററാണ്. അങ്ങനെയാണെങ്കിൽ ഈ ക്യാൻവാസിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. അതേ കണക്ക് ഒരു മീറ്ററിന് 500 രൂപയാണ് കോസ്റ്റ് എങ്കിൽ ടോട്ടൽ എത്ര കോസ്റ്റ് ആണ് ആ ക്യാൻവാസ് നിർമ്മിക്കാനുള്ളത് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഇതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കിട്ടും? ഡയമീറ്റർ ഉണ്ട്, എത്ര? 4 മീറ്റർ. ഹൈറ്റ് ഉണ്ട്, എത്രയാണ്? 2. ഹൈറ്റ് എന്തിൻ്റെയാണ്? ഹൈറ്റ് ഓഫ് ദ സിലിണ്ടർ ആണ്. എന്താണ്? 2.1 മീറ്റർ. പിന്നുള്ള എന്താണ്? സ്ലാൻഡ് ഹൈറ്റ്. സ്ലാൻഡ് ഹൈറ്റ് എത്ര ഉള്ളത്? 2.8 മീറ്റർ. ഓക്കെ, ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? സർഫസ് ഏരിയ. എന്തിൻ്റെയൊക്കെയാണ് വേണ്ടുന്നത്? നമുക്ക് കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് സിലിണ്ടറും വേണം, അത് കണക്ക് കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് കോണും വേണം. അന്നേരം CSA ഓഫ് കോണും വേണം പ്ലസ് CSA ഓഫ് സിലിണ്ടറും വേണം. ഓക്കെ, നമുക്ക് കോണിൻ്റെ CSA അറിയാം, πRL പ്ലസ് സിലിണ്ടറിൻ്റെ 2πRH. ഓക്കെ, രണ്ടിടത്തും πR കോമൺ ആയിട്ടുണ്ട്, അതെടുക്കുക. പ്ലസ് ഇവിടെ ബാക്കി πR പോയ L ഉണ്ട്, ആ പ്ലസ് കൊടുക്കുക. ഇവിടുന്ന് πR പോയ 2H ഉണ്ട്. ഓക്കെ, പൈ നമ്മൾ 22/7 കൊടുക്കുക ഇൻറ്റു R എത്രയാണ്? റേഡിയസ് നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. ഡയമീറ്റർ 4 ആണെങ്കിൽ റേഡിയസ് എന്തായിരിക്കും? അതിൻ്റെ പകുതിയായിരിക്കും, അതായത് 4/2 = 2 മീറ്റർ ആയിരിക്കും. ഒരു R 2 ഉണ്ട് ഇൻറ്റു L എത്രയാണുള്ളത്? സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയുന്നതാണ് L. 2.8 ഉണ്ട് പ്ലസ് 2 ഇൻറ്റു ഹൈറ്റ് എത്രയാണുള്ളത്? 2.1. ഇനി നോക്കിക്കേ, 22/7 ഇൻറ്റു 2 ഇൻറ്റു 2.8 ഇൻറ്റു 2 ഇൻറ്റു 2.1 എന്ന് പറയുന്നത് 4.2 കിട്ടും. അന്നേരം 2.8 പ്ലസ് 4.2 വരും. ഇത് കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 2.8 പ്ലസ് 4.2, 4ഉം 2ഉം കൂടെ കൂട്ടുമ്പം 10, 0, 1, 4, 5, 6, ഇത് 7 കിട്ടും. ഓക്കെ, അന്നേരം ഇത് കൂട്ടുമ്പോൾ 7 കിട്ടും. അന്നേരം 22/7 ഇൻറ്റു 2 ഇൻറ്റു 7 എന്ന് കിട്ടും. ഈ 7 രണ്ടും കട്ട് ചെയ്ത് പോകുമ്പോൾ 44 മീറ്റർ സ്ക്വയർ ആണ് ഏരിയ വരുന്നത്. നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ട് 1 മീറ്റർ സ്ക്വയറിന് 500 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ റേറ്റ് 44 മീറ്റർ സ്ക്വയർ എത്ര ആയിരിക്കും? 44 ഇൻറ്റു 500 ചെയ്താൽ മതിയല്ലോ. അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 22,000 എന്ന് കിട്ടും. ഇത്ര എന്താണ്? റുപ്പീസാണ്. ഇതാണ് നമ്മുടെ ആൻസർ.